സമാധിയുടെ വാർഷികം 173ാമത്തെ വാർഷികം ഭക്തിയോടുകൂടെ അവിടെ കഴിവനുസരിച്ച് നാം ശ്രമിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കട്ടെ. മാതാപിതാക്കളുടെയും മനുഷ്യരുടെയും ശുശ്രൂഷകളും ഗാനങ്ങൾ അവിടുന്ന് കേട്ട് തൃപ്തി അടയുന്നവരാണ്. സർവശക്തനായ ദൈവം നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും ശുശ്രൂഷകളെയും ഗാനങ്ങളെയും സ്വർഗത്തിൽ കൈക്കൊണ്ട് ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയാൽ നമ്മളെ എല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുവല പുണ്യമാണെന്ന പ്രാർത്ഥനയാൽ രോഗികൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. വൃദ്ധജനങ്ങൾ താഴെ നടത്തപ്പെടുവാനിടയാകട്ടെ. വൈദ്യങ്ങൾ രോഗികളായി തീരട്ടെ. വഴിയാത്ര ചെയ്യുന്നവർ അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പിതാവിന്റെ മഹാഗുരുവിന്റെ അനുഗ്രഹങ്ങൾ അവർ എവിടെയായാലും അവിടെ എത്തുവാനാകട്ടെ. അവിടെ മരിച്ചുപോയിരിക്കുന്ന ആശ്വാസം കഴിയാകട്ടെ. പ്രകൃതിയുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും യുദ്ധ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മെ ദൈവത്തിനായി ഒരുങ്ങി പ്രാർത്ഥിക്കാൻ ലോകത്തിൻ്റെ താഴെ പല ഭാഗങ്ങളിലായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മനുഷ്യർ മരിച്ചു വീഴുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ദൈവത്തെ മറക്കാതെ ജീവിക്കാൻ നമുക്ക് ഇടയാക്കിയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. എല്ലാ മാതാപിതാക്കളെയും മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ദൈവം പുലർത്തട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും നിങ്ങൾക്കുള്ളവരും നിങ്ങൾക്കുള്ളതെല്ലാം അനുഗ്രഹീതമായി ജീവിക്കട്ടെ. ഈ പെരുന്നാളിന്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും കാരുണ്യവാനായ ദൈവം വലതുകേട്ട് അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും കാത്തുകയും വരാമാകുന്ന എല്ലാ പ്രയാസങ്ങളും വിടുകയും ചെയ്യട്ടെ. ഇവിടെ മരിച്ചുപോയിരിക്കുന്നവർക്ക് അവിടുന്ന് ആശ്വാസം കൊടുക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ തന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമത്വമാവാസവും നമ്മുടെ മേലും അവിടെ മരിച്ചു പോയിരിക്കുന്നവരുടെ ഈ പെരുന്നാളിന് വേണ്ടി സഹകരിക്കുന്നവരെ അധ്വാനിച്ചവരെ പങ്കെടുക്കുന്നവർ വൈദികരുടെ ജനങ്ങളുടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും അദ്ദേഹം തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സംബന്ധിച്ച വൈദിക ശ്രേഷ്ഠർ വന്യനായ അലക്സാണ്ടർ കുറ്റിക്കണ്ടത്തിൽ